രാജകുമാരൻ്റെ ചാനലിലെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാനായിട്ട് പോകുന്ന നല്ലൊരു അടിപൊളി ട്രാവലിംഗ് വ്ളോഗാണ്. മറ്റെവിടേക്കുമല്ല, നമ്മുടെ കേരളത്തിലെ ഊട്ടി എന്നറിയപ്പെടുന്ന നെല്ലിയാമ്പതിയിലേക്കാണ്. ഒറിജിനൽ ഊട്ടിക്ക് നമ്മൾ അടുത്ത ആഴ്ച പോകുന്നുണ്ട്, പക്ഷേ ഇന്ന് നമ്മുടെ കേരളത്തിലെ ഊട്ടിയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ ഞായറാഴ്ച യാത്ര. നമ്മൾ കാണാൻ നമ്മുടെ കൂടെ നമ്മുടെ പ്രിയപ്പെട്ട കസിനുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി രാവിലെ തന്നെ ഇറങ്ങിയിരിക്കുകയാണ് ഈ റൗണ്ട് ചുറ്റാനായിട്ട്. അപ്പോൾ നമുക്ക് നെല്ലിയാമ്പതിയിലെത്തിയിട്ട് കാണാം. ടാറ്റാ, ബൈ. പറ്റിയ വളരെ മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം തന്നെയാണ് നമ്മുടെ നെല്ലിയാമ്പതി. ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഏകദേശം 1 മണിക്കൂറോളം യാത്രയുണ്ട് നമ്മൾ ചുരത്തിൻ്റെ മുകളിലെത്താനായിട്ട്. അതിൻ്റെ മുകളിലാണ് നമ്മുടെ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് കാണാം, 2 വശത്തും കാടാണെന്നുള്ളതാണ്. നമ്മുടെ ചേട്ടൻ പറയുന്ന പോലെ ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണെന്നുള്ളതാണ്. നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ പിന്നിട്ടിരിക്കുകയാണ് നമ്മുടെ യാത്ര. പക്ഷേ ഇപ്പോഴും കാടുകൾ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുക. 2 വശത്തും കാട് തന്നെയാണ്. നമുക്ക് താഴത്തോട്ട് നോക്കാം, വളരെ നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്നുള്ളത്. ഏകദേശം ഒരു കോടമഞ്ഞൊക്കെ മൂടിയ ഒരു നല്ലൊരു കാലാവസ്ഥയാണ് ഇവിടെ. ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ നല്ല തണുപ്പാണ് നമുക്കിവിടെ പോയി കഴിഞ്ഞാൽ ഫീൽ ചെയ്യുക. സാധാരണ നമ്മുടെ താഴത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും ഈ ഒരു സമയത്തൊക്കെ. ഇപ്പോൾ സമയം നോക്കുകയാണെങ്കിൽ ഏകദേശം 12 മണി ആയിട്ടുള്ളൂ. ഈ ഒരു സമയത്ത് ഇവിടെ ഭയങ്കര തണുപ്പാണെന്നുള്ളതാണ്. ഉയരം കൂടുന്തോറും തണുപ്പ് കൂടും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ നമ്മൾ ഉയരങ്ങളിലേക്ക് നമ്മളങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാനായിട്ട് പറ്റും വനമൃഗങ്ങളൊക്കെ ധാരാളം. നമുക്ക് വരാൻ കുരങ്ങന്മാരാണ് അധികം ഇവിടെ ഉള്ളതെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. നമ്മളിവിടെ നിർത്തിയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും നമ്മുടെ 2 സൈഡിലെ കാഴ്ചകളൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ്. നമ്മുടെ ആശാനം നമുക്കിവിടെ കാണാം. അങ്ങനെ വീണ്ടും നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. നമുക്ക് ശബ്ദം നമുക്ക് ക്ലിയർ ആയിട്ട് ചിലപ്പോൾ കേൾക്കില്ല, കാരണം മറ്റൊന്നല്ല ഇങ്ങനെ വണ്ടി ഓടിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ശബ്ദം നമുക്ക് വളരെ വ്യക്തമായിട്ട് കേൾക്കില്ല. അപ്പോൾ എന്നാലും നമുക്ക് കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ നമുക്ക് കുറച്ച് നല്ല റോഡാണ് ഈ ഭാഗത്തൊക്കെ ഉള്ളതെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. എന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലൊക്കെ എങ്ങനെയാണ് ഇത്രയും നല്ല റോഡൊക്കെ ഉണ്ടായി എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത്രയും മുകളിലേക്ക് വന്ന് ഇത്രയും ചുരങ്ങളൊക്കെ കയറി മറ്റുള്ള കാര്യങ്ങളൊക്കെ റോഡ് പണി കാര്യങ്ങളൊക്കെ എങ്ങനെ നടന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ. നമുക്ക് കാണാം, അങ്ങനെ നമ്മൾ ഏകദേശം നമ്മുടെ സ്ഥലത്തെത്താറായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് കാണാം പഴയ കുറേ മതിലുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതിനകത്ത്. ചെറിയൊരു വീട് നമുക്ക് കാണാനായിട്ട് പറ്റും അവിടെ. പക്ഷേ വീട് പൂട്ടിയിട്ടിരിക്കുകയാണ് എന്നാണ് തോന്നുന്നത്. നമ്മൾ വീണ്ടും നേരെ നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് കാടിൻ്റെ ഭംഗികളൊക്കെ ആസ്വദിച്ചു കൊണ്ട് തന്നെ. അങ്ങനെ നമ്മൾ നെല്ലിയാമ്പതി ടൗണിലെത്തിയിരിക്കുകയാണ്. അത്യാവശ്യം ചെറിയൊരു ടൗണാണ് നമ്മുടെ നെല്ലിയാമ്പതി. നമുക്ക് കാണാം, എന്നാലും ധാരാളം ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഈ വാഹനങ്ങളൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും ധാരാളം ടൂറിസ്റ്റുകൾ. കേരളത്തിൽ നിന്ന് മാത്രമല്ല, കേരളത്തിൽ നിന്ന് പുറത്തുനിന്നും ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നുണ്ടെന്നുള്ളതാണ് ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണേണ്ടത്. അങ്ങനെ കാടൊക്കെ അവസാനിച്ചു. ഇനി ഏകദേശം നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്ന കാഴ്ചകളാണ് വളരെ വിലപ്പെട്ട കാഴ്ചകൾ എന്ന് വേണമെങ്കിൽ പറയാൻ. ഇടയ്ക്ക് നമ്മൾ ഏറ്റവും മുകളിലെത്തിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ തണുപ്പ്, നല്ല തണുപ്പാണ് ഇവിടെ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. എനിക്കിവിടെ നിന്ന് നല്ല തണുപ്പാണ് സത്യം പറഞ്ഞാൽ ഇവിടെ അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ കുറച്ച് കടകൾ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഏകദേശം ഒരു വയനാട് എത്തിയിട്ടുണ്ട്. നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് പുറകിൽ നിന്ന് നമുക്ക് നോക്കി കാണാനായിട്ട് പറ്റും. വയനാടല്ല, നെല്ലിയാമ്പതി, സോറി. നമുക്കിനി തിരിക്കാം. നമ്മുടെ യാത്ര നമുക്ക് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര തണുപ്പാണെന്നുള്ളതാണ്. ഈ ഒരു കാലാവസ്ഥയിൽ നമുക്ക് തണുപ്പേറിയ ഒരു കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ബൈക്കിലൊക്കെ വരുന്ന ആളുകൾക്ക് വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ നെല്ലിയാമ്പതി എന്ന് വെച്ചാൽ. നമുക്ക് നമ്മുടെ പുറകിലൊക്കെ കാണാനായിട്ട് പറ്റും. നമുക്കവിടെ ധാരാളം കാപ്പിത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ധാരാളമായിട്ടുള്ളതാണ് സവിശേഷത.
ടൂറിസ്റ്റുകൾ നമ്മുടെ ഈ സ്ഥലം കാണാനായിട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് കാണാനായിട്ട് പറ്റുമ്പോൾ ധാരാളം ടൂറിസ്റ്റുകളുടെ തന്നെ ഒരു ധാരാളം കേന്ദ്രം തന്നെയാണ് നമ്മുടെ ഈ ഒരു നെല്ലിയാമ്പതി എന്നുള്ളതാണ്.